കൂട്ടിച്ചേർക്കുന്നതിന് സാധാരണ മനുഷ്യരുടെ ജീവിതത്തിലെ അവർക്ക് ദൈവം കൊടുക്കുന്ന ചില ലളിതമായ പരിഹാര മാർഗങ്ങളുണ്ട്. ഞാൻ ഈ ദിവസങ്ങളിൽ കേട്ടൊരു സാക്ഷ്യത്തിൽ നിന്നാണ് എനിക്കത് മനസ്സിലായത് കൂടുതൽ. അതായത് ഈ ദിവസങ്ങളിലെ സാക്ഷ്യങ്ങൾ ലളിതമായ സാക്ഷ്യമാണ്. നിങ്ങൾക്ക് ചിലർക്ക് അതത്ര വലിയ സാക്ഷ്യമാണെന്ന് തോന്നത്തില്ല, പക്ഷെ വലിയ സാക്ഷ്യമാണത് കേൾക്കുമ്പോൾ. അതായത് ഒരു വ്യക്തിക്ക് അറബി രാജ്യത്ത് ജോലി നഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഭൗതികമായി നമ്മളെല്ലാം ആശ്രയിച്ചിരിക്കുന്നത് ജോലിയിലാണ്. വരുമാന മാർഗം തീർന്നാൽ അതിൻ്റെ ഒപ്പം പല കാര്യങ്ങളും തീരും. അപ്പോൾ അത്ര നിസ്സാരമല്ല ജോലി എന്ന് പറയണത്. ഉടമ്പടിയിൽ ജോലി ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ്. മനുഷ്യൻ്റെ എല്ലാ വിഷയങ്ങളും ജീവിത പ്രാരാബ്ധങ്ങൾ ഒക്കെ ഉടമ്പടി വളരെ സുന്ദരമായിട്ട് കൈകാര്യം ചെയ്യുന്നത് കാണാം. അതിൽ ലളിതമായ ചില പരിഹാര മാർഗങ്ങൾ ചില സാധാരണ മനുഷ്യരിൽ നിന്നുണ്ടാകുമ്പോൾ അതിൻ്റെ സ്ക്രിപ്ചറൽ സ്പേസ് സുവിശേഷവിഹിതമായി അതിൻ്റെ സ്ഥാനം എവിടെയാണ് എന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് കൂടി അവർക്ക് മാത്രമല്ല അവർ നേടിയെടുത്ത അതേ അനുഗ്രഹം നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി ആണ് ഞാനത് സാക്ഷ്യത്തെ ജനറലൈസ് ചെയ്യുന്നത്. ചില പെർട്ടിക്കുലർ കാര്യങ്ങളായിരിക്കും നടന്നത്, വളരെ സ്വകാര്യവും ഒറ്റപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ ഞാനത് സാക്ഷ്യത്തിൽ അത് വിശദീകരിക്കുമ്പോൾ എന്താണ് ഞാൻ ചെയ്യുന്നത്? ഞാനതിനെ ജനറലൈസ് ചെയ്തിട്ട് മറ്റുള്ളവരെ കൂടി ആപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാനതിനെ ഒരു സയൻറ്റിഫിക് രീതിയിൽ അറേഞ്ച് ചെയ്ത് തരും നിങ്ങൾക്ക്. അവരിങ്ങനെ ചെയ്തപ്പോഴാണ് രക്ഷപ്പെട്ടത്. അത് ചുരുക്കത്തിലുള്ള അവരിങ്ങനെ ചെയ്തപ്പോഴാണ് രക്ഷപ്പെട്ടത്. നിങ്ങളും ആ ഒരു മാർഗം നോക്കിയാൽ നല്ലതായിരിക്കും, ചിലവർ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ആ വഴി നോക്കിയാൽ രക്ഷപ്പെടും? അതിൻ്റെ ബുദ്ധിപരമായ കൺകറൻസ്, ഇൻ്റലക്ച്വൽ കൺകറൻസ് എന്ന് പറയും. ബുദ്ധിപരമായിട്ടുള്ള യുക്തി എവിടെയാണ് അത് ഞാൻ സാക്ഷ്യത്തിൽ പറയും. അപ്പോൾ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള